ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആൻസേഴ്സും അർദ്ധവാർഷിക മൂല്യനിർണ്ണയമാണ് 2024, അതായത് സെക്കൻഡ് ടൈം എക്സാം, ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, പരീക്ഷ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ആ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് സമയം കൺട്രോൾ ചെയ്തിട്ട് മലയാളം എക്സാമാണ്, ഒരുപാട് എഴുതേണ്ടി വരും. അപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ എല്ലാം എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കവിത വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കവിത ഇവിടെ തന്നിട്ടുണ്ട്, മലയാളം. ചേരമാൻ പെരുമാൾ വായിച്ച ഭാഷ, കേരങ്ങളൊക്കെയും വായിച്ച ഭാഷ, ഞാറു നടുന്നൊരു നാടിൻ്റെ ഭാഷ, ചേറുപുരണ്ടൊരു നാടിൻ്റെ ഭാഷ, പുള്ളുവ വീണമിടിക്കുന്ന ഭാഷ, ചുരികത്തഴമ്പുള്ള നാടോടി ഭാഷ, കണ്ണകി കണ്ണുമിഴിപ്പിച്ച ഭാഷ, കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ, ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ, ആളേറെത്തുള്ളിയ വള്ളുവൻ ഭാഷ, മീൻതൊട്ടുകൂട്ടിയ പട്ടേരി ഭാഷ, തേൻ ചുരത്തി തന്ന കായാമ്പു ഭാഷ, വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ, വള്ളം നിറഞ്ഞുറഞ്ഞൊടുങ്ങിയ ഭാഷ, ഓമനത്തിങ്കളുറങ്ങുന്ന ഭാഷ, തമ്പുരാക്കന്മാർ മുറുക്കിയ ഭാഷ, ചിന്തതൻ ചന്തം പകരുന്ന ഭാഷ, പൈതലിൻ ഹാസം പതയുന്ന ഭാഷ, പ്രേമം നിറഞ്ഞു വഴിയുന്ന ഭാഷ, കണ്ണീരു മുത്തായി മാറുന്ന ഭാഷ, ഇടനെഞ്ചു പൊട്ടും ഇടയൻ്റെ ഭാഷ, മണിനാഥമായി മുഴങ്ങിയിടുന്ന ഭാഷ, നാരു പിരിക്കുന്ന നേരിൻ്റെ ഭാഷ, കൊയ്ത്തുമെതിക്കുന്ന വേർപാടിൻ്റെ ഭാഷ, മാമരങ്ങൾ പൂത്ത കാടിൻ്റെ ഭാഷ, നീളെ കടൽ തിര പാടുന്ന ഭാഷ, സൂര്യകാന്തിപ്പൂ ചിരിക്കുന്ന ഭാഷ, സൂര്യനായി കത്തി ജ്വലിക്കുന്ന ഭാഷ. നമ്മുടെ മലയാളം ഭാഷയെക്കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് ആൻസർ എഴുതാനാണ് നിങ്ങളോട് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് വരിക. ആദ്യത്തെ ചോദ്യം എന്താണ്? ഞാറു നടുന്നൊരു നാടിൻ്റെ ഭാഷ, ചേറുപുരണ്ടൊരു നാടിൻ്റെ ഭാഷ, ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്: കൃഷിപ്പാട്ട്, വടക്കൻ പാട്ട്, തോറ്റം പാട്ട്. ഏതാണ് ആൻസർ? കൃഷിപ്പാട്ടാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, കൃഷ്ണഗാഥയുടെ ഉത്ഭവം സൂചിപ്പിക്കുന്ന വരി ഏത്? പൈതലിൻ ഹാസം പതയുന്ന ഭാഷ, ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ, മീൻ തൊട്ടുകൂട്ടിയ പട്ടേരി ഭാഷ. ഏതാണ്? ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിച്ചേൽ അറിഞ്ഞു ചിരിച്ചൊരാൾ. അമ്മ മലയാളം, കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയതാണ്. ഈ വരികളുമായി സാമ്യമുള്ള വരി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കണ്ണീരും മുത്തായി മാറുന്ന ഭാഷ, ഓമനത്തിങ്കൾ ഉറങ്ങുന്ന ഭാഷ, കണ്ണങ്കി കണ്ണുമിഴിപ്പിച്ച ഭാഷ. ഏതാണ് ആൻസർ? ഓമനത്തിങ്കൾ ഉറങ്ങുന്ന ഭാഷ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, മലയാള ഭാഷയെ കൈപിടിച്ചുയർത്തിയ കവികളും അവരുടെ കവിതയെക്കുറിച്ചുള്ള സൂചനകളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇവിടെ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ എന്ന് കൊടുത്തിട്ടുണ്ട്. വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ, കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ, ആളേറെത്തുള്ള വള്ളുവൻ ഭാഷ. ഇത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്: എഴുത്തച്ഛൻ കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ, കുഞ്ചൻ നമ്പ്യാർ ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ, രാമപുരത്ത് വാര്യൽ വള്ളം തുഴഞ്ഞേറിയ ഏറെ പാടിയ ഭാഷ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഈ കവിതയ്ക്ക് ഉചിതമെന്ന് തോന്നുന്ന മറ്റൊരു തലക്കെട്ട് നൽകുക എന്നുള്ളതാണ് അല്ലേ? മലയാളം എന്നുള്ളതിന് പകരം എന്തെല്ലാം കൊടുക്കാം? എൻ്റെ മലയാളം എന്ന് കൊടുക്കാം, മാതൃഭാഷ എന്ന് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തലക്കെട്ട് അവിടെ തന്നിട്ടുള്ള ചോദ്യം ഏതാണോ അതിന് നൽകാം. അപ്പോൾ ഉചിതമായ തലക്കെട്ട് നൽകുന്നതിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി പ്രവർത്തനം 2, പ്രതികരണക്കുറിപ്പാണ്. എന്താണ് ചോദ്യം? ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ഒരു ചെറിയ കവിതയാണ്. ഇപ്പോൾ പ്രതികരണക്കുറിപ്പ് എഴുതാനാണ് പ്രവർത്തനം 2 ഉള്ളത് അല്ലേ? മോനെ, ഈ ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണ്? ഒരാൾ ചോദിക്കുന്നുണ്ട് അല്ലേ? വയസ്സായൊരു മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. സ്ട്രൈറ്റ് പോയിട്ട് സെക്കൻഡ് ലെഫ്റ്റ് എടുത്താൽ കാണുന്ന മിൽമ ബൂത്തിൻ്റെ ഓപ്പോസിറ്റാണ് ജില്ലാ ആശുപത്രി എന്ന് ഒരു കുട്ടി അതിന് മറുപടിയും പറയുന്നുണ്ട്. ഇനി എന്താണ് നമുക്കുള്ള ചോദ്യം? കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും 2 വഴിയാത്രികർ തമ്മിലുള്ള സംഭാഷണവും വായിച്ചല്ലോ. മലയാള പദങ്ങൾ ഉപയോഗിക്കാനാവുന്ന സന്ദർഭങ്ങളിൽ പോലും
ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നില്ലേ? മലയാളിക്ക് മലയാളത്തോടുള്ള മമത കുറവാണോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിലുള്ളത് കാവ്യ നർത്തകി എന്ന കവിതയിൽ നിന്ന് നർത്തകിയായി കവിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രതികരണക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രതികരണക്കുറിപ്പ് എഴുതുമ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മലയാള ഭാഷയോടുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ സമീപനം വിശകലനം ചെയ്തിട്ടുണ്ട്. മലയാള ഭാഷയുടെ ഉപയോഗം വ്യാപിപ്പിക്കുന്നതിനായി ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉചിതമായ ഭാഷ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ആൻസർ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരണക്കുറിപ്പിൻ്റെ മാർക്ക് ഫുള്ളായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. അതിൽ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? കാവ്യ നർത്തകിയിൽ നർത്തകിയായിട്ട് ഉപയോഗിച്ച ആരെയാണ്? മലയാള കവിതയെയാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രതികരണക്കുറിപ്പ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമ്മുടെ അമ്മയാണ് മലയാളം. മാതൃസ്നേഹം നിറഞ്ഞ മലയാളമാണ് നമുക്ക് ജന്മം നൽകിയത്. എന്നാൽ ഇന്ന് നാം അന്യഭാഷയെയാണ് സ്നേഹിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ നമുക്ക് കുട്ടി ജനിക്കുന്ന മുന്നേ കുട്ടിയുടെ ഭാവി ഇംഗ്ലീഷ് ആക്കണം എന്നുള്ള മാതാപിതാക്കളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ സമൂഹം മലയാളം പറയുന്ന സന്ദർഭം പോലും തിരിച്ചറിയുന്നില്ല. അവർ മറ്റുള്ളവർക്ക് മുൻപിൽ മലയാള ഭാഷയെ ഒരു കുറച്ചിലായിട്ടാണ് കാണുന്നത്. ഇവിടെ വഴിയാത്രക്കാരൻ്റെ സംഭാഷണം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് വ്യക്തമാകും. പുതിയ തലമുറ മാതൃഭാഷയെ പറയാൻ മടി കാണിക്കുന്നു. അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ മലയാളത്തിൻ്റെ മഹാത്മ്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. അന്യഭാഷയെ സ്നേഹിക്കുമ്പോൾ നാം മറക്കുന്നത് നമ്മുടെ അമ്മ ഭാഷയാണ്. അടുത്ത പ്രവർത്തനം 3 നോട്ടീസാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പുതുവത്സരാഘോഷം നടത്തുന്നു. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ കുരീപ്പുഴ ശ്രീകുമാർ. മലയാളത്തിൽ പുതുവത്സര ആശംസ വചനങ്ങൾ തയ്യാറാക്കൽ, കാവ്യാലാപനം, നിർത്താതെ മലയാളം, 1 മിനിറ്റ് പ്രസംഗം, കാവ്യകേളി ഇവയാണ് പ്രധാന പരിപാടികൾ. കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഒരു പരിപാടിക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കാൻ. അത് നമുക്ക് നോക്കാം. നോട്ടീസിന് ഒരു ഘടനയുണ്ട് അല്ലേ? ശീർഷകം, സംബോധന, തീയതി, ഉള്ളടക്കം, വിശദാംശങ്ങൾ, ആഹ്വാനം എന്നിവയെല്ലാം നിങ്ങൾ ആ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ പാലിച്ചിരിക്കണം. നോട്ടീസ് താല്പര്യത്തോടെയും എളുപ്പത്തിലും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധം ആകർഷകമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തന്നെ മനസ്സിലാകും ഒരു നോട്ടീസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ നോട്ടീസ് നമ്മളെ ശ്രദ്ധിക്കാൻ ഉണ്ടായത് എന്താണ്? അതിൻ്റെ ആ മനോഹരമായിട്ടുള്ള ആ ഒരു അവതരണമാണ് അല്ലേ? ചെറിയ ഭാഷയിലായിരിക്കും. പിന്നെന്താണ്? ഒരാൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുവാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഉചിതമായ ഭാഷയായിരിക്കണം. സവിശേഷ പ്രയോഗങ്ങൾ, ശൈലി എന്നിവയുടെ ഉപയോഗം അതിലുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നോട്ടീസിൻ്റെ മാർക്ക് ഈസി ആയിട്ട് നേടാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സബ്ജക്റ്റ് അല്ല വേറെ ഏത് വിഷയം വന്നാലും നിങ്ങളിങ്ങനെ എഴുതുക. അടുത്തത് നോക്കാം. പ്രവർത്തനം 4 ജീവചരിത്രക്കുറിപ്പാണ്. കണ്ടോ, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്നിട്ട് വേറെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്? ജനനം തന്നിട്ടുണ്ട് 1848 ഏപ്രിൽ 29. ജന്മസ്ഥലം കൊടുത്തിട്ടുണ്ട് കിളിമാനൂർ കൊട്ടാരം, തിരുവനന്തപുരം. മാതാപിതാക്കൾ ആരൊക്കെയാണ്? ഉമാ അബായി തമ്പുരാട്ടി, എഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാട്. ഗുരു ആരാണ്? കൊട്ടാരം ചിത്രകാരൻ രാജരാജവർമ്മ. മരണം 1906 ഒക്ടോബർ 2. പ്രധാന ചിത്രങ്ങൾ വിളക്കേന്തിയ വനിത, അതാ അച്ഛൻ വരുന്നു, ഹംസവും ദമയന്തിയും, ദർഭമുന കൊണ്ട ശകുന്തള. അംഗീകാരങ്ങൾ കിട്ടിയത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊട്ടാര ചുമരുകൾ കരിക്കട്ട കൊണ്ട ചിത്രം വരച്ചു തുടക്കം, എണ്ണച്ചായ ചിത്രരചനയിൽ പ്രാവീണ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്ത വിശദാംശങ്ങൾ യുക്തിപരമായി ക്രമപ്പെടുത്തി എണ്ണച്ചായ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ഒരു ലഘുജീവിത ചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജാ രവിവർമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ജനനം, മരണം, തീയതി, സ്ഥലം ഇതെല്ലാം ഉൾക്കൊള്ളിക്കണം.
പിന്നെ കുടുംബ വിവരങ്ങൾ, ആജീവനാന്ത നേട്ടങ്ങൾ അല്ലെ, ജീവിതത്തിൽ കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഉൾക്കൊള്ളിക്കണം. ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഉൾക്കൊള്ളിക്കണം. സമൂഹത്തിലെ സ്വാധീനം, ചരിത്രപരമായ പ്രാധാന്യം, ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. 1848 ഏപ്രിൽ 29 തിരുവനന്തപുരം കിളിമാനൂർ കൊട്ടാരത്തിൽ ഉമാ അംബാബായ് തമ്പുരാട്ടിയുടെയും ഏഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെയും മകനായിട്ടാണ് രാജാ രവിവർമ്മ ജനിച്ചത്. കൊട്ടാര ചുവരുകളിൽ കരിക്കട്ട കൊണ്ട് ചിത്രം വരച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അദ്ദേഹത്തിൻ്റെ ഗുരു കൊട്ടാരൻ ചിത്രകാരൻ രാജരാജവർമ്മയായിരുന്നു. രാജാക്കന്മാർക്കിടയിൽ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിൽ രാജാവുമായിരുന്നു അദ്ദേഹം. എണ്ണച്ചായ ചിത്രരചനയിൽ അദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങളാണ് വിളക്കേന്തിയ വനിത, അതാ അച്ഛൻ വരുന്നു, ഹംസവും ദമയന്തിയും, ധർമ്മപുനകൊണ്ട ശകുന്തള എന്നിവ. അദ്ദേഹത്തിന് 1871 മഹാരാജാവിൽ നിന്നും വീരശൃംഖല അവാർഡും 1873 മദ്രാസിൽ നടന്ന കലാപ്രദർശനത്തിൽ സുവർണമുദ്ര അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം 1906 ഒക്ടോബർ 2 അദ്ദേഹം മരണപ്പെട്ടു. ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പോയിന്റ്സ് വികസിപ്പിച്ചെഴുതിയാൽ ഏതൊരാളുടെയും ജീവചരിത്രക്കുറിപ്പിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. അതിൽ തന്നെ ബി ആയിട്ടൊരു ചോദ്യമുണ്ട് അല്ലേ. സൺഡേ ഇൻഡിപെൻഡൻറ്റിലെ മത്സരത്തിനായി ക്രിസ്റ്റി ബ്രൗൺ പെയിൻറ് ചെയ്ത ചിത്രം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിൻഡ്രല്ല രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ചിത്രമായിരുന്നു അത്. അടുത്തത് പ്രവർത്തനം 5 ഇമെയിൽ സന്ദേശമാണ്. നോക്ക് എടാ നീ നേടി നോക്ക്. പെയിൻറ്റിംഗ് മത്സരത്തിൽ സമ്മാനം നേടിയ ബ്രൗണിനോട് അച്ഛൻ ആഹ്ലാദത്തോടെ പറയുന്ന വാക്കുകളാണിത്. സിൻഡ്രല്ലയുടെയും രാജകുമാരൻ്റെയും ചിത്രത്തിന് സമ്മാനം നേടിയ ക്രിസ്റ്റി ബ്രൗണിനെ അഭിനന്ദിച്ചുകൊണ്ട് വ്യത്യസ്തമായ 2 ഇമെയിൽ സന്ദേശങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ സന്ദേശം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? സന്ദേശം തയ്യാറാക്കി അയക്കുന്ന ആളിൻ്റെയും സന്ദേശം സ്വീകരിക്കുന്ന ആളിൻ്റെയും ഇമെയിൽ ID അതിൽ കാണിക്കണം. സന്ദേശത്തിൻ്റെ സംക്ഷിപ്തമായ അവതരണം ഉണ്ടായിരിക്കണം. വിഷയത്തിൻ്റെ പരാമർശനം അല്ലെ, എന്ത് വിഷയമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് അവിടെ പരാമർശനം ചെയ്യണം. ഉചിതമായ ഭാഷയായിരിക്കണം നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇമെയിലിൻ്റെ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അടുത്ത പ്രവർത്തനം 6 ലേഖനമാണ്. ഞാൻ പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. ഒരു നാൾ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴകു തുടിക്കും പൂമ്പാറ്റത്തളിരായി. സി ഗംഗാധരൻ നായർ എഴുതിയ ചിത്രശലഭങ്ങൾ അല്ലേ. അടുത്തത് ചിത്രശലഭങ്ങൾ. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പെ മനുഷ്യരുടെ ബാല്യകാലം 2 ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു. എസ് ജോസഫ് എഴുതിയ ചിത്രശലഭങ്ങളാണ്. ഫസ്റ്റത്തത് സി ഗംഗാധരൻ നായർ എഴുതിയ ഞാൻ എന്ന് പറയുന്ന കവിതയാണ്. ഇനി എന്താണ് ചോദ്യം? പുഴുവായിരിക്കുന്ന പൂമ്പാറ്റ വളർന്ന് അഴകാർന്ന ചിത്രശലഭമായി മാറുന്നു. കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നേർരൂപമാണ് കുട്ടികൾ. വളരും തോറും മനുഷ്യന് മാനവികതയുടെ ചിറകുകൾ നഷ്ടമാവുന്നുണ്ടോ? മുകളിൽ വരികളും പ്രസ്താവനകളും പരിഗണിച്ച് ലഘുലേഖനം തയ്യാറാക്കുക. ലേഖനത്തിന് ഉചിതമായ തലക്കെട്ടും നൽകണേ. ലേഖനം എഴുതുമ്പോൾ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലേഖനത്തിൻ്റെ ഘടന പാലിച്ചിട്ടുണ്ട്. തലക്കെട്ട്, തുടക്കം, പ്രധാനാശയങ്ങൾ, വിശദീകരണങ്ങൾ, ഉപസംഹാരം. വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ നിരീക്ഷണങ്ങളും നിലപാടുകളും യുക്തിയും ഉദാഹരണങ്ങളും സഹിതം സ്ഥാപിച്ചിട്ടുണ്ട്. ആശയങ്ങളും നിലപാടുകളും വായനക്കാരിൽ എത്തിക്കാൻ അനുയോജ്യമായ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ലേഖനത്തിന് നമുക്കൊരു തലക്കെട്ട് കൊടുക്കാം. ചിത്രശലഭവും മനുഷ്യനും എന്ന് കൊടുക്കാം. എന്നിട്ട് എഴുതാം.
ഇവിടെ സി ഗംഗാധരൻ നായർ ഞാൻ എന്ന കവിതയിലൂടെ ഒരു ചിത്രശലഭത്തിൻ്റെ പൂമ്പാറ്റയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളാണ് പറയുന്നത്. ആദ്യത്തിൻ്റെ ജന്മം നൽകിയപ്പോൾ ഒരു പുഴുവായിട്ട് ഒരു പവിഴക്കൂട്ടിൽ ഉറങ്ങുകയായിരുന്നു ഞാൻ. അന്ന് എന്നെ കാണാൻ ഒരു ചന്തമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നാൾ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ എനിക്ക് ചിറകുകൾ വീശി. അങ്ങനെ ഞാൻ അഴകുള്ള പൂമ്പാറ്റയായിട്ട്, തുടിക്കുന്ന പൂമ്പാറ്റയായിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. എന്നാൽ എസ് ജോസഫ് ചിത്രശലഭങ്ങളിലൂടെ പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പെ മനുഷ്യരുടെ ബാല്യകാലം പറയുന്നുണ്ട്. മനുഷ്യരുടെ ബാല്യകാലവും ചിത്രശലഭത്തെ പോലെയാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പെ മനുഷ്യരുടെ ബാല്യകാലം പിടിച്ചുകൊണ്ടാണ് പറക്കുന്നത്. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ എടുത്തു കാണിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ചിത്രശലഭത്തിൻ്റെ ജീവിതഘട്ടങ്ങളുമായി സാമ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ പോയിന്റുകൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു ലേഖനം വിശദീകരിച്ചെഴുതാം. ഇതിൽ തന്നെ ബി, ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞതെപ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണ്? പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ആൻസേഴ്സും ഉത്തരസൂചകങ്ങളും ഒക്കെ. അപ്പോൾ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂടെ നിങ്ങളെ സപ്പോർട്ടും വേണം. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പരീക്ഷയാണ് വരുന്നത്. മലയാളം എക്സാം നന്നായിട്ട് എഴുതി അക്ഷരത്തെറ്റില്ലാതെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞത് മറക്കണ്ട. ഓക്കെ.